നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെ അങ്ങനെ പെട്ടെന്നൊന്നും ആരും വരുതിയിലാക്കാമെന്ന് കരുതേണ്ടതില്ല. അങ്ങനെ വരുതിയിലാക്കാമെന്ന് ആരെങ്കിലും ദുസ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ ദുസ്വപ്നം തന്നെയായി അവശേഷിക്കും. ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി പാസാക്കിയ ഗസ വെടിനിർത്തൽ പ്രമേയം ഹമാസ് അംഗീകരിച്ചു എന്നൊരു സന്തോഷ വാർത്ത വരികയാണ്. അതേസമയം ഇസ്രായേൽ ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. UN പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി ഇസ്രായേൽ കൂടി അനുകൂല അഭിപ്രായം അറിയിച്ചാൽ ഇതിനോടകം 37,164 ഫലസ്തീനുകാരുടെ ജീവനെടുത്ത ഘോര യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിതെളിഞ്ഞേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രമേയത്തെ ഹമാസ് പിന്തുണച്ചത് പ്രതീക്ഷ നൽകുന്നതായി US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. UN രക്ഷാസമിതിയുടെ വെടിനിർത്തൽ പ്രമേയത്തെ അംഗീകരിക്കുന്നു എന്നും വ്യവസ്ഥകൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഹമാസ് ഉദ്യോഗസ്ഥനായ സാമി അബു സുഹറിയാൾ പറയുകയുണ്ടായി. വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥ വഹിക്കുന്നത് ഖത്തർ, ഈജിപ്ത് നേതാക്കളെ ഹമാസ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. UN പ്രമേയത്തെ അറബ് ലീഗും സ്വാഗതം ചെയ്തു. ഇസ്രായേലിന് യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകളാണ് പ്രമേയത്തിലുള്ളത് എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ബ്ലിങ്കൻ ജോർദാനിലേക്ക് പോയതിന് പിന്നാലെ ഗസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന നിലപാട് ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ ആവർത്തിച്ചു. ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ ഹമാസ് കമാൻഡർ മുഹമ്മദ് ഷാബാർ അബ്ദോ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിൽ വിവിധ ഇടങ്ങളിലായി 15 ഫലസ്തീൻകാരെ കൂടി ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തു. ആകെ 9,170 ഫലസ്തീനുകാരാണ് ഇതുവരെ അറസ്റ്റിലായത്. തെക്കൻ ഗസയിലെ റഫയിൽ 4 ഇസ്രായേൽ സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. കെട്ടിടങ്ങൾ തകർത്ത് മുന്നോട്ട് നീങ്ങുന്നതായി സൈനികർ കയ്യിൽ കരുതിയ സ്ഫോടക വസ്തുക്കൾ വിചാരിച്ച സമയത്തിന് മുൻപേ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഗസയിൽ സഹായ വിതരണത്തിനുള്ള 2000-ഓളം ട്രക്കുകൾ ഈജിപ്തിൽ കാത്തുകിടക്കുകയാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കുന്ന വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഹമാസിന്റെ സാന്നിധ്യം ഇപ്പോഴും ശക്തമാണ് എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ പുറത്തുവിട്ടതിലൂടെ ലക്ഷ്യമിട്ടത്. 8 മാസങ്ങൾക്ക് മുൻപ് 2023 ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണത്തിനിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ 4 പേരാണ് യാതൊരു പോറലും കൂടാതെ IDF മോചിപ്പിച്ചത്. ആക്രമണം നടന്ന ദിവസം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത നോവ അഗർമണി, അൽമോക് മെയിൻ, ആൻഡ്രേഡ് കോസ്ലേവ്, ഷോലിം സിബ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. ഗസയിലെ തൂണിലും തുരമ്പിലും ഹമാസ് ആണെന്നാണ് രക്ഷപ്പെട്ടവരുടെ മൊഴി. പൊതുവെ കരുതിയിരുന്നതുപോലെ കിലോമീറ്ററുകൾ നീളമുള്ള ഗസയിലെ ടണലുകൾക്കുള്ളിലല്ല ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു. എന്നിട്ട് ആയുധധാരികളായ ഹമാസുകാർ അവിടെ രഹസ്യമായി കാവൽ നിൽക്കും. ആശുപത്രികളിലും സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലെ ഒക്കെ ഒരു മുറി ഹമാസിന്റെ ആയുധപുരയാണ് എന്ന് ഒരു ബന്ദി പറയുകയാണ്. ഇപ്പോൾ പുറത്തു കൊണ്ടുവന്ന 4 ബന്ദികളാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിവരിക്കുന്നത്. അബ്ല അൽ ജമാൻ ഹമാസ് പ്രവർത്തകന്റെ നുസ്രിയത്ത് കുടുംബ വീട്ടിലാണ് ഇവരെ ബന്ദികളാക്കിയിരുന്നത്. ഗസയിൽ ജനങ്ങളിൽ ഭൂരിഭാഗവും ഹമാസിന് ഒത്താശ ചെയ്യുന്നുവെന്നും രക്ഷപ്പെട്ടവർ പറയുകയാണ്. ഇസ്രായേൽ കാറിളക്കി തിരച്ചിൽ നടത്തുമ്പോഴും വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറ്റി അവരെ ഒളിപ്പിക്കാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ്. ചില വീടുകളിലും ആശുപത്രികളിലും ഒക്കെ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. ഗസയിലെ വീടുകളുടെ അടിയിലും ഇത്തരം തുരങ്കങ്ങൾ വ്യാപകമാണ്. ഇത് കണ്ടെത്താനാണ് ഗസയിൽ അവർ വ്യാപക ആക്രമണം പരിശോധനയും ഒക്കെ തന്നെ നടത്തിയത്. പക്ഷേ നിരപരാധികളായ ഗസക്കാരെ ആക്രമിക്കുകയാണെന്നാണ് ഇതിന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പറയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി ഉപയോഗിച്ച് ഹമാസ് തന്നെയാണ് ഗസയിലെ മരണസംഖ്യ കൂട്ടുന്നത്. ഇസ്രായേൽ അവിടെ അവസാനത്തെ ബന്ദിയെയും വിട്ടുകിട്ടാതെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന കടുംപിടുത്തത്തിലുമാണ്. സൈനികരുടെ ഹെൽമറ്റ് ക്യാമറ ഉപയോഗിച്ച് എടുത്ത വീഡിയോകളുടെ ഫുട്ടേജുകൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു യമാം സൈനികൻ ആശുപത്രിയിലാണ്. അതേ ദിവസം ഉച്ചയോടെ ബന്ദികളെ രക്ഷാപ്രവർത്തന ഹെലികോപ്റ്ററിൽ കയറി സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ ആദ്യ നിമിഷങ്ങളുടെ ദൃശ്യങ്ങളും IDF പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ആദ്യമായാണോ ഹെലികോപ്റ്ററിൽ കയറുന്നത് എന്ന് ചോദിച്ച് രക്ഷപ്പെട്ടവരുമായി കുശലം പറയുന്ന IDF സൈനികരെയും കാണാമായിരുന്നു.
തങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുമെന്ന ബോധ്യം നൽകാനാണ് ഇസ്രായേൽ ഈ വീഡിയോകൾ പുറത്തുവിടുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇസ്രായേൽ പുറത്തുവിട്ട വീഡിയോയിൽ നിന്നും വ്യക്തമാകുന്നത് ബന്ദികളെ പുറത്താക്കാതെ അല്ലെങ്കിൽ എല്ലാവരെയും മുഴുവനായി ബന്ദികളെ പുറത്തേക്ക് കൊണ്ടുവരാതെ അല്ലാതെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കില്ല എന്നത്. എന്തായാലും ഈ ഒരു കരാറിൽ ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും.